ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരും നേരെ റെഡി ആയിട്ട് പോകാൻ നോക്കുകയാണ് കേട്ടോ. മണ്ണാർക്കാട്ടേക്കാണ് പോണത്. വേറെ ഒന്നുമല്ല, ഇച്ചൂടെ പിറന്നാളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. പക്ഷെ അന്ന് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ പിറന്നാളൊന്ന് ചെറിയ രീതിയിൽ കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവനുള്ള സാധനങ്ങളുടെ ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ മണ്ണാർക്കാട് കോടതിപ്പടിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. കോടതിപ്പടി ചെന്ന് അവിടെ സാമിയുടെ ഫേമസ് ബേക്കറിയുടെയും ഇടയിലുള്ള കോംപ്ലക്സ് ഉണ്ടല്ലോ, അവിടെ ഒരു ബോയ്സിനുള്ള ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ പോവാ വിചാരിച്ചു. അവിടെ നല്ല കളക്ഷനാണ് കേട്ടോ. ആ പ്രണവ് സ്റ്റുഡിയോയുടെ നേരെ താഴെ ഗഡ്സ് ജൂനിയർ പറഞ്ഞിട്ടുള്ള ആ ഷോപ്പിലാട്ടോ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും അവനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. വലിയ കടയൊന്നുമല്ല, എന്നാലും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബോയ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. വലിയവർക്ക് ഒന്നുമില്ല, ചെറിയവർക്കുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഓരോന്നും ഇങ്ങനെ നോക്കുന്നുണ്ട് ഡ്രസ്സുകൾ. പല പല കളറും മോഡലുള്ള ഇപ്പോൾ ഓഫ് സൈസാണല്ലോ ഡ്രസ്സിൻ്റെ സൈസ്. അപ്പോൾ പലതൊക്കെ നോക്കി, കുറേ ഡ്രസ്സുകളുണ്ട് കേട്ടോ. എനിക്ക് കുറേ ഷർട്ട്സൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അവൻ്റെ സൈസ് ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഏട്ടന് ഇഷ്ടപ്പെടുന്നത് എനിക്ക് പറ്റില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളായിട്ടും പിന്നെ അവന് പാകം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ അതായിട്ട് കുറേ നോക്കിയിട്ടോ. അവനും ഡിസ്പ്ലേയിൽ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സുകളും. പിന്നെ അവിടെ ഷോപ്പിംഗ് നടത്തുന്നുണ്ടെങ്കിൽ അവനൊരു ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം അവൻ ആ ബലൂണൊക്കെ തട്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. പ്രതിമകളിലൊക്കെ ഡ്രസ്സ് ചെയ്ത് വെക്കുമല്ലോ, അത് കണ്ടിട്ട് കുറേ നേരം നോക്കി നിന്നു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ ഞങ്ങളൊരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് 2-3 ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കി. പക്ഷെ അവന് പാകം ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് ട്രയൽ ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അത് രണ്ടും ചേരുന്നുണ്ട്, സൈസ് കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് അതാ ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, ഈ ജീൻസും ആ ഷർട്ടും കേട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അത് ചൂസ് ചെയ്തു, അത് എടുക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ അതൊക്കെ എടുത്ത് തിരിച്ച് പോകുന്നു, ബില്ല് ചെയ്ത് തിരിച്ച് പോകുന്നു. തിരിച്ച് വരുന്ന വഴിക്കാൻ ഒരു ഷൂസ് വാങ്ങിക്കാൻ കയറി. ആ കടയുടെ കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കടയിലോട്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട്. കോടതിപ്പടി തന്നെ കേട്ടോ ഈ കടയും. അപ്പോൾ അവിടെ ചെന്നു, അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കുറേ ഷൂസും ഇതൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവർ 2 പേരും അതൊക്കെ ഇട്ട് നോക്കി. ഡ്രസ്സിന് ചേരുന്ന ഷൂ ആണോ അങ്ങനെയൊക്കെ നോക്കണമല്ലോ, ഏതെങ്കിലും ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അവൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ ഓരോ പ്രത്യേകതയൊക്കെ ഉണ്ട്, അവന് ചേരുമോ ചേരില്ല എന്നൊക്കെ. അപ്പോൾ പിന്നെ അവൻ ചെരുപ്പൊക്കെ ഒരു റെഡി ആയിട്ടോ ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അതൊക്കെ നോക്കി ഓരോ ഷൂ ഇട്ട് നോക്കണ്ട പാകമുണ്ടോ നോക്കുക കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് പാകത്തിനൊരു ഷൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതേപോലെ വൈറ്റ് ഷെയ്ഡിലുള്ള ക്രീം കളർ ഷെയ്ഡ്, വൈറ്റ് ക്രീം കളർ വരുന്ന ഷെയ്ഡിലുള്ള ഒരു ഷൂ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈ ഷൂ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാണെങ്കിൽ ഇപ്പോൾ കിട്ടപ്പോൾ അവന് ഭംഗിയുണ്ട്, അവനെടുത്ത ഡ്രസ്സിന് ചേരുകയും ചെയ്യും, പിന്നെ അത് പാകമാണ്. അപ്പോൾ പിന്നെ അത് എടുക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ അവനും അത് മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനും പറഞ്ഞു കുഴപ്പമില്ല, അതെടുക്കുക ഭംഗിയുണ്ട് പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്തു കേട്ടോ. ആ ഷൂസ് എടുത്തു. പിന്നെ ഞങ്ങൾ വേറെ ഷൂ നോക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു മിലിറ്ററി പോലുള്ളൊരു ഷൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ്റെ ഡ്രസ്സിന് അത് ചേരില്ല. അപ്പോൾ പിന്നെ അതെടുക്കല്ല വെച്ചിട്ടോ. അവനോട് ഇതാണോ വേണ്ടത് ചോദിക്കാം കേട്ടോ അച്ഛൻ. പിന്നെ ഈ ഷൂ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷെ അതൊരു റബ്ബർ സൈസാണ്, അവന് കാല് വേദനിക്കോ. പിന്നെ ഈ ഇതന്നെ അവൻ അച്ഛനും ഇഷ്ടപ്പെട്ടു. പിന്നെ അത് സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഇരുട്ടായിട്ടുണ്ടായിരുന്നു, അവൾ വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്ക് അവന് ചായ വേണം, വിശക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിട്ടോ. ചായ കുടിക്കാൻ കയറി. അപ്പോൾ അവന് കുറേ സ്നാക്സ് ഉണ്ടല്ലോ, ഒക്കെ കണ്ടപ്പോൾ ഏതോ വേണ്ടതെന്ന് തന്നെ അറിയണില്ല. അപ്പോൾ അതിന് അവന് കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിക്കൊടുത്തു. അതൊക്കെ ഇരുന്ന് കഴിക്കുന്നു കേട്ടോ. വിശന്നിട്ട് തോന്നുന്നു, സ്നാക്സൊക്കെ കഴിക്കണ്ടായിരുന്നു കേട്ടോ. തുറന്നൊക്കെ നല്ലോണം കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങനെ പോരുന്ന വഴിക്ക് ആര്യമ്പാവ് കഴിഞ്ഞ് കുറച്ചുകൂടെ പോരണം കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നല്ലൊരു വ്യൂ കേട്ടോ. ഇത് ഉപ്പിലിട്ട മാങ്ങ എല്ലാ ഐറ്റംസും ഉണ്ട്, അച്ചാറുണ്ട്, ചമ്മന്തി, എല്ലാ ഉപ്പിലിട്ട ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവൻ്റെ പിറന്നാൾ പിറ്റേ ദിവസം ഞങ്ങൾ ശനിയാഴ്ച കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞായറാഴ്ചയൊക്കെയാണ് പിറന്നാൾ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അപ്പത്തേക്ക് വേണ്ടിയിട്ട് അച്ചാർ വാങ്ങിക്കാലോ വെച്ചിട്ട് അവിടെ ഇറങ്ങിട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കുമായിരുന്നു. അവന് കൊടുത്തു. ചെറിയൊരു എരിവുണ്ടായിരുന്നു, എരിവും പുളിയൊക്കെ കൂടിയിട്ട്.
പിന്നെ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ, നല്ല രുചിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ വാങ്ങുകയും ചെയ്തു. പിന്നെ അങ്ങനെ നേരെ തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.